അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 188 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ അഹില്ലഹ് ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. يسألونك عن الأهلة. സീൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. യസ് അലൂനക്ക എന്ന് ഓതരുത്. യസ് അലൂനക്ക ലാമിൻ്റെ കൂടെ വൗമദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അനിൽ അഹില്ല അയിനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാം. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഇവിടെ അഹില്ല ഈ ഹ പുറപ്പെടുന്നത് അക്സൽ ഹൽക്ക് എന്നാണ്, നമ്മുടെ തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അ ഇല്ല എന്ന് ഓതരുത്, ഹംസയുടെ സൗണ്ടായി പോവരുത്. അഹില്ല അതുപോലെ ഓതുക കേട്ടോ. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാനും ശ്രദ്ധിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളിവിടെ വഖഫ് ചെയ്യാന്നുണ്ടെങ്കിൽ താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് നമ്മുടെ തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. അനിൽ അഹില്ലത്ത് എന്ന് പറഞ്ഞിട്ട് താക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യൂല. താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ടാണ് കൊടുക്കുക. ഓക്കെ. ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ, അപ്പോൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം കേട്ടോ. വമയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഖൂ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാനും ശ്രദ്ധിക്കുക. ഹിയ മവാഖീതു ലിന്നാസ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്തിട്ട് പിടിക്കുക കേട്ടോ. അലിഫ് സായിറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്റയാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് അങ്ങ് ഉയർത്താൻ കഴിയില്ല. നമ്മൾ പറഞ്ഞിരുന്നു, നാവിൻ്റെ ബാക്ക് അധികം മുകളിലേക്ക് ഉയർത്താൻ കഴിയില്ല. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അല്ല കേട്ടോ, നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കെസ്റയാവുന്ന സമയത്ത് അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. യമത് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇന്നാസി വൽ ഹജ്ജ്. നൂനിന് ശ്രദ്ധ വന്നു. അഖ്മലോനെ നന്നായിട്ട് മണിക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്തിട്ട് പിടിക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് പുറപ്പെടുന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ. ഹ എന്നായി പോവരുത്, ഹജ്ജ് എന്നായി പോവരുത്. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ജീമ് കൽക്കല ലെറ്റർ ആണല്ലോ, അപ്പോൾ സുക്കൂന് കൊടുക്കുമ്പോൾ ഫുൾ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ലിന്നാസി വൽ ഹജ്ജ് അതുപോലെ വഖഫ് ചെയ്യുക. വലൈസൽ ബിർറു ബിഅൻ തഅ്തൂ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്തിട്ട് പിടിക്കുക. ലാം കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോ വമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ബിർറു ബിഅൻ തഅ്തൂ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള താ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അൻ തഅ്തൂ നോതരുത്. തഅ്തൂ. ഹംസ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. തഅ്തൂ നോതി പോവരുത്. തഅ്തൂ തഅ്തുൽ ബുയൂത. ഇവിടെ താ കൂടെ വരുന്ന വാവുമദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹംദത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്. ഹംദത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഓതാൻ ശ്രദ്ധിക്കുക. ഫതഅ്തുൽ ബുയൂത. യാ കൂടെ വാവുമദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട്. യാ കൂടെ വാവുമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. മിൻ ളുഹൂരിഹ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള വാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫീം ചെയ്യുക.
ഹ കൂടെ വൗമദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റോ കെസ്രയാണ് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അടുത്ത ഹ കൂടെ അലിഫ് മദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ളുഹൂരിഹ വലാകിന്നൽ ബിർറ മനിത്തഖാ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകൾ സർക്കിൾ ചെയ്ത് പിടിക്കുക. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, അക്ഷമലൗനനാണ്, നന്നായിട്ട് മണിക്കുക കേട്ടോ. നൂനിനും മീമിനും ശ്രദ്ധ കണ്ടാൽ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക. ബിർറ മനിത്തഖാ. റ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, മണിക്കാതെ ഓതാനും ശ്രദ്ധിക്കുക. ബിർറ എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. വലാകിന്നൽ ബിർറ മനിത്തഖാ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കൗണ്ട് നീട്ടിയിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹാ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകൾ സർക്കിൾ ചെയ്തിട്ട് പിടിക്കുക. ഹംസ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. ത കൂടെ വന്നിട്ടുള്ള വാവുമദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. യാ കൂടെ വാവുമദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹാ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ വന്നു. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതും. ഇദ്ഹാറാണ് നിയമം വരുന്നത്. മീമിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക കേട്ടോ. മിൻ അബ്വാബിഹ അതുപോലെ ഓതുക. ബ കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് സുക്കൂനാവുന്ന സമയത്ത് ഫുൾ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുക്കുക. അബ്വാബിഹ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്തിട്ട് പിടിക്കുക. അലിഫ് സോയറയാണ് കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് 2 കൗണ്ട് നീട്ടിയിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. പല്ലിന് ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. പല്ല് ഉപയോഗിച്ചിട്ടുള്ള പ്രൊനൗൺസിയേഷൻ തെറ്റാണ്, അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ പറയുന്നത്. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുക്കുക കേട്ടോ. ഖാഫിൻ്റെ കൂടെ വന്നിട്ടുള്ള വാവുമദ്ദിനെ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് വൊമ്മയാണ്. വൊമ്മയായാലും നമ്മൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അവ്വ എന്ന് പറയട്ടെ, അള്ളാഹു എന്ന് പറയരുത്. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ലഅല്ലക്കും അതിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരാം. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കട്ടോ. ലഅല്ലക്കും എന്നായി പോവരുത്. ലഅല്ലക്കും. ലാമിന് ശ്രദ്ധ, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കരുത്. ലഅല്ലക്കും എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഫ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. തുഫ്ലിഹൂൻ ഓതരുത് കേട്ടോ. തുഫ്ലിഹൂൻ അതുപോലെ ഓതുക. ഹ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരാം. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. തുഫ്ലിഹൂൻ എഴുതി പോവരുത്. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് കൊടുക്കരുത്. തുഫ്ലിഹൂൻ. ഹ ഹ ഈ 2 അക്ഷരങ്ങളുടെയും സൗണ്ടിലുള്ള വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.